ദ്വീപായ ജാവയ്ക്ക് അടുത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്മസ് ദ്വീപിലാണ് ഇവയുള്ളത്. ഈ ക്രിസ്മസ് ദ്വീപിൽ ഏകദേശം 50 ദശലക്ഷത്തോളം ഞണ്ടുകളാണ് ഓരോ വേനൽക്കാലത്തും മുട്ടയിടുന്നതിനായി മാളങ്ങളിൽ നിന്ന് സമുദ്രത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. കൂട്ടമായി പോകുന്ന ഇവയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടാറുമുണ്ട്. ഞണ്ടുകൾ കൂട്ടമായി ഇറങ്ങുന്നതോടെ ദ്വീപ് മുഴുവനും ചുവന്നതുപോലെ തോന്നിപ്പിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആൺഞണ്ടുകളാണ് ദേശാടനത്തിന് നേതൃത്വം നൽകുന്നത്. വഴിയിൽ പെൺഞണ്ടുകളും അവരോടൊപ്പം ചേരുന്നു. ഈ സമയത്ത് ഞണ്ടുകളെ വേഗത്തിലെത്തിക്കാൻ നാട്ടുകാർ ഇല പറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലീഫ് ബ്ലോവറും മറ്റു ചില യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ ദേശാടന ജീവികളിൽ ഒന്നായ ചുവന്ന ഞണ്ടുകൾ എല്ലാ വർഷവും ദക്ഷിണാർദ്ധഗോളത്തിലെ ആദ്യത്തെ മൺസൂൺ മഴയോടെ ഇണചേരാനും മുട്ടയിടാനുമായി സമുദ്രത്തിലേക്കുള്ള അവരുടെ നീണ്ട യാത്ര ആരംഭിക്കും. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെയും വനത്തിലൂടെയും റോഡുകൾ മുറിച്ചു കടന്നും സഞ്ചരിക്കുന്ന ചെറിയ ഞണ്ടുകൾക്ക് ഈ യാത്ര ശരിക്കും വളരെയധികം സമയമെടുക്കുന്നതും അപകടകരവുമാണ്. ഞണ്ടുകളെ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നതിന് നാട്ടുകാർ പരമാവധി ശ്രമിക്കാറുണ്ട്. ദേശാടന സമയത്ത് ക്രിസ്മസ് ദ്വീപിൽ ഗതാഗതം നിർത്തിവെക്കുകയും ഞണ്ടുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായി പ്രത്യേക പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിക്കുകയും ചെയ്യാറുണ്ട്. കാട്ടിൽ നിന്ന് കടലിലേക്ക് ഞണ്ടുകൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ചുവന്ന പരവതാനി വിരിച്ചതുപോലെയാണ് തോന്നുക.